വെൽക്കം ബാക്ക്. ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. ഇന്ന് നമ്മൾ പൊന്നൂനെയും ലിച്ചുവിനെയും സ്കൂൾ ആനുവൽ ഡേ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. അതിന് മുന്നേ നമുക്ക് ഒരു AC മേടിക്കാൻ പോകണം. നമ്മുടെ റൂമിലെ AC കേടായിപ്പോയി. കുറച്ച് ദിവസമായി അത് കേടായിട്ട്. ഏകദേശം ഇപ്പം ഞാൻ വരുന്നതിന് മുന്നേ ഉള്ള ഒരു AC ആണ്. അതായത് ഞാൻ വന്നിട്ട് ഇപ്പോൾ ഒരു 11 വർഷമായി. അപ്പം അതിന് മുന്നുള്ള ഒരു AC ആണ്. ഇപ്പം 2 ടൈം നമ്മളത് ശരിയാക്കി. എന്നിട്ട് പിന്നെ ഇപ്പം അതിന്റെ കംപ്രസർ കംപ്ലീറ്റ്ലി അടിച്ചുപോയി. അപ്പോൾ ഏട്ടൻ വന്നപ്പോൾ ഏട്ടൻ ചൂട് സഹിക്കാൻ വയ്യ. അപ്പൊ നമ്മൾ എന്ത് വിചാരിച്ചു, ഒരു AC പോയിട്ട് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ ഈ അടുത്ത് ഫ്രിഡ്ജും ഈ ഒരു ഷോപ്പിൽ നിന്ന് ഇങ്ങനെ വാങ്ങിയത്. അപ്പോൾ ഇവിടെ തന്നെയാണ് ഏട്ടൻ വന്നത്. ഇത് നമ്മുടെ നടുവട്ടത്താണ് കേട്ടോ ഈ ഒരു ഷോപ്പ് വരുന്നത്. അങ്ങനെ ഏട്ടൻ ആ ഒരു AC ഒക്കെ നോക്കി നടക്കുമ്പോൾ ഞാനിങ്ങനെ ജാനിക്കുട്ടിയുടെ പിന്നാലെ അങ്ങനെ ഓടുകയാണ്. അങ്ങനെ നമ്മള് ഈ ഒരു സാംസങ്ങിന്റെ 1.5 ടണ്ണുള്ള ഒരു AC ഫിക്സ് ചെയ്തിട്ടാ. അപ്പൊ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്തോ വേണമെന്ന് പറഞ്ഞില്ല, അത് പോയിട്ട് നോക്കിക്കോന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വേഗം പോയിട്ട് ഈ ഒരു ബീറ്റർ മേടിച്ചു കേട്ടോ. കുറെ നാളെ ഒരു ബീറ്റർ മേടിക്കാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ പിന്നെ അതും മേടിച്ചു. തിരിച്ച് ഞങ്ങള് കാറിൽ കയറി ഞങ്ങള് സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ട് ബേബിയുടെ ഫോട്ടോ എടുക്കണ ബേബിയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി പറയാട്ടാ. ഞങ്ങൾ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയിട്ട് ഇതുവരെയായിട്ട് ഇറങ്ങിയില്ല. ഇതുവരെ എത്തിയില്ല. എന്താ വെച്ച് കഴിഞ്ഞാല് ജാമുന്റെ പാമ്പേഴ്സ് മാറ്റാൻ വേണ്ടിട്ട് മാമയുടെ വീട്ടിൽ കയറി. പിന്നെ അവിടെ നിന്ന് ഒരു കട്ടനൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഏട്ടൻ ഡെന്റിസ്റ്റിനെ കാണാൻ വേണ്ടി പോയിക്ക. ഓക്കെ, ഞാൻ ബേബിനെ കാണിച്ചുതരാം. ബേബി കാണിച്ചുതരാൻ പറഞ്ഞു. നമ്മളെവിടെയാ പോണത് ജാൻകുട്ടി? നമ്മളെവിടേക്കാ പോണത് നമ്മള്? അമ്മയും ബേബി അച്ഛൻ കൂടിട്ട് എവിടേക്കാ പോണ്? ഒന്നുമില്ല. ഗൈസ്, നമുക്ക് എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം. ബൈ. അങ്ങനെ സ്കൂളിൽ എത്തിയിട്ടോ. ഇവരുടെ സ്കൂളിൽ നിന്ന് നമുക്ക് ലൈവ് വീഡിയോ നമുക്ക് കാണാൻ പറ്റും യൂട്യൂബില്. അങ്ങനെ ഞാൻ പൊന്നിന്റെ ഡാൻസ് ആയോ ലക്ഷ്മിയുടെ ഡാൻസ് ആയോ എന്നൊക്കെ ഇങ്ങനെ നോക്കിയിട്ടാണ് പോയെങ്കിലും പൊന്നിന്റെ ഡാൻസ് നമ്മൾ മിസ് ചെയ്തു. പൊന്നിത ഭയങ്കര സങ്കടപ്പെട്ട് വിഷമിച്ച് നിൽക്കുന്നുണ്ട്. പൊന്നിന്റെ ഫ്രണ്ടിന്റെ അമ്മയാണ് എന്നെ വിളിച്ചത്. എവിടെയാണ്, വന്നില്ലല്ലോ, ലേറ്റ് ആയല്ലോ, പൊന്നിന്റെ ഡാൻസ് കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞിട്ട് പൊന്നു ആകെ വിഷമത്തിൽ നിൽക്കുകയാണെന്ന്. അപ്പൊ ശരി തന്നെയാണ്, പൊന്നിന് ആകെ വിഷമം. പൊന്നിന്റെ അമ്മ വന്നില്ലല്ലോ പൊന്നിന്റെ ഡാൻസ് കാണാൻ. ഭാഗ്യത്തിന് നമ്മൾ ലച്ചുവിന്റെ ഡാൻസ് കണ്ടു കേട്ടോ. അപ്പൊ ലച്ചുതാ കളിക്കണ പാട്ട് നമുക്ക് ഇതില് കാണിക്കാൻ പറ്റില്ലല്ലോ, കോപ്പിറൈറ്റ് വരും. അത് കാരണം പാട്ട് ഞാൻ ആഡ് ചെയ്യുന്നില്ല. അപ്പൊ ലച്ചു നന്നായിട്ട് തന്നെ കളിച്ചുട്ടോ. അതാണ് ലച്ചുവിന്റെ ഗ്യാങ്. പിന്നെ ഈ ഒരു കോസ്റ്റ്യൂം അടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചങ്ങനകുളത്ത് പോയത്. അങ്ങനെ അവരുടെ ആനുവൽ ഡേ ഫംഗ്ഷൻ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് നമ്മള് തിരിച്ച് സ്കൂളിൽ നിന്ന് പോവാണ്. അപ്പൊ അവര് പഠിക്കുന്നത് ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയലാണ് കേട്ടോ. നമ്മുടെ മരത്തങ്കോട്, വെള്ളിത്തുരുത്തി മരത്തങ്കോടുള്ള ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയലാണ്. ചിരിച്ച് കളിച്ചു, പക്ഷെ എക്സ്പ്രഷൻ ഇല്ല കേട്ടോ ലിച്ചപ്പോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാൻ പോയിട്ട്. അത് നമ്മുടെ കുന്നംകുളത്തെ UB ഗ്രിൽസ് ആൻഡ് സ്നാക്സിലെ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു അൽഫാമാണ് കേട്ടോ. ഇത് ഡൈനാമിറ്റ് അൽഫാമാണ്. ഞാൻ ഇതിന്റെ ഒരു വീഡിയോ ഓൾറെഡി ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക കേട്ടാ. അപ്പൊ അതൊക്കെ കഴിച്ചിട്ട് പിന്നെ നേരെ ഞങ്ങളിതാ വീട്ടിലേക്ക് തന്നെ വിട്ടു. കാരണം വീട്ടില് ഇന്ന് വേറെ പരിപാടി ഒന്നും ഉണ്ടായിരുന്നില്ല. വേഗം തന്നെ വീട്ടിലേക്ക് പോയിട്ട് ഏട്ടൻ ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ AC ഫിറ്റ് ചെയ്യാൻ വേണ്ടി വരും. അപ്പൊ അത് കാരണം ഏട്ടൻ പറഞ്ഞു നിങ്ങൾ നേരെ വീട്ടിലേക്ക് പൊക്കോന്ന്. അങ്ങനെ ആ പണിയൊക്കെ കഴിഞ്ഞതാ AC ഒക്കെ ഫിറ്റ് ചെയ്തു. റൂമൊക്കെ എനിക്ക് നല്ല ക്ലീൻ ചെയ്യാണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല. ബൈ. ജാനിക്കുട്ടി സ്വത്തല്ലടാ നീയേ. സ്വത്തല്ല, പൊന്നു അമ്മയുടെ സ്വത്ത്. എന്ത് ബേബി അല്ല അമ്മയുടെ.